നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ നടന്നു നിന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ശുക്രമാഷ്. നിരവധി പുരോഗമന വേദികളിൽ, വായനശാല വാർഷികങ്ങളിൽ, സ്കൂൾ വാർഷികങ്ങളിലൊക്കെ അന്ന് യോഗാളത്തിൻ്റെ ഗാനമേള ഒരു അനിവാര്യ ഘടകമായി 70കളിലും 80കളിലും. അന്ന് ആ സാംസ്കാരികത്തെ ഉണർവിന് നേതൃത്വം കൊടുത്ത ആളാണ്. അതിൻ്റെ നേതൃത്വം തന്നെയാണ് എം ശിവകുമാരൻ. ഇന്ന് അദ്ദേഹത്തിന് ഓർമ്മ കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഉണർവ് അങ്ങനെ അനിവാര്യമായൊരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതിയ കാലത്തെ സാംസ്കാരിക ഉണർവിന് സഹായകമാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് വായനശാലയും യോഗാക്കളും ബാലസംഘവും ഉപയോഗിച്ചിട്ടുണ്ട്. മാഷ് കൈവച്ച മേഖലകളെ കുറിച്ചുകൂടെ പറഞ്ഞു. ഇപ്പോൾ വള്ളുവനാടിൻ്റെ വള്ളുവനാടിൻ്റെ നാടോടി വിജ്ഞാനി അത് മാഷ് ഇഷ്ട വിഷയമായി. അദ്ദേഹം അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. വള്ളുവനാടൻ്റെ നാടൻ പാട്ടുകൾ എന്നൊരു പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫോക്ലോർ അവാർഡ് ലഭിച്ചു. അതുപോലെ ഗ്രന്ഥശാല രംഗത്ത് വളരെ സജീവമായിരുന്നു മാഷ്. ഏറ്റവും മികച്ച ഗ്രന്ഥശാല പ്രവർത്തനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് മാഷ് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു രംഗമായിരുന്നു ബാലസംഘം. ബാലസംഘത്തിന്റെ വേനൽത്തുമ്പികൾ എന്ന് ഇന്ന് പേര് കേട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ തിയേറ്റർ ഉണ്ട്. എല്ലാ വേനലവധിക്കാലത്തും നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാമമൂലകളിലും നഗര കവലകളിലും പറന്നെത്തുന്ന വേനൽത്തുമ്പികൾ എന്ന കലാസംഘം. അതിന്റെ ആരംഭം കളിവണ്ടി എന്ന പേരിലായിരുന്നു. പട്ടാമ്പി തൃത്താലയിലാണ് കളിവണ്ടി ആദ്യം ഇറങ്ങിയത്. ആ കളിവണ്ടിയുടെ സംഘാടകനും അതിന്റെ സംഗീത സംവിധായകനായിരുന്നു മാഷ്. ഇവിടുന്ന് വേനൽത്തുമ്പികളുടെയും അതിന്റെ സ്ക്രിപ്റ്റുകൾ രൂപപ്പെടുന്നതിൽ, അത് തിരഞ്ഞെടുക്കുന്നതിൽ, അതിന് സംഗീതം നൽകുന്നതിൽ എല്ലാം തന്നെ നിരന്തരം ജീവിതാവസാനം വരെ പങ്കുവച്ച ആളാണ് ശിവശങ്കര മാഷ്. ഇവിടെ ബാലസംഘത്തിന്റെ ഒരു സംഗീത സംവിധായകൻ എന്നതിലപ്പുറം ഞങ്ങളുടെ രക്ഷിതാവും സംഘാടകനും ഒക്കെയാണ് ശിവശങ്കര മാഷ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നല്ലൊരു മലയാള അധ്യാപകനായിരുന്നു. മാഷ കവിതാ ക്ലാസുകളിൽ പങ്കെടുത്ത കുട്ടികൾ എപ്പോഴും മാഷ് കുറയ്ക്കുന്നത് ആ കവിതകളുടെ പേരിലാണ്. ഓരോ കവിതയും ഇത്ര മനോഹരമായി ചൊല്ലാൻ വേണ്ടി കഴിയുന്നു. കവിതയ്ക്ക് ഇത്രയും ചന്തമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത് മാഷ ക്ലാസ്സിനാണ്. അതുകൊണ്ട് കവിതയും സംഗീതവും അസ്തിത്വത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്ന ഒരാളാണ് ശിവശങ്കര മാഷ്. അതുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഇത്തവണ കുട്ടികളുടെ കവിതാരചന മത്സരം സംഘടിപ്പിക്കാനാണ് ബാലസംഘം തീരുമാനിച്ചത്. സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച് ജില്ലയുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എന്നാൽ 70ഓളം കവിതകൾ അയച്ചു. UP വിഭാഗം, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം, രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. 70 കവിതകൾ അയച്ചു. ആ കവിതകൾ ഓരോന്നും പുതിയ കാലത്തെ കുട്ടികളുടെ ഭാഷയുടെ കരുത്തും അതിന്റെ മൂർച്ചയും അതോടൊപ്പം തന്നെ സർഗാത്മകമായ ഭാഷാപ്രയോഗത്തിലുള്ള മികവും എല്ലാം എടുത്തു കാണിക്കുന്ന ഒന്നായിരുന്നു. ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇന്ന് ഭാഷാപരമായ കുട്ടികളാകെ ക്ഷണിച്ചിരിക്കുന്നു, അവർക്ക് അക്ഷരം അറിയില്ല എന്ന് പറഞ്ഞ നിലവാര തകർച്ചയെക്കുറിച്ചുള്ള പരിവേദനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായ മറുപടിയാണ് ഈ കവിത. 70 കവിതകളുണ്ട്. ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ കുട്ടികളുടെ ഭാഷാപരമായ സർഗാത്മക ഭാഷാപ്രയോഗത്തിനുള്ള മികവ് എന്താണ്, അവിടെ ഭാഷയുടെ ആട്ടലും കുറുക്കലും എന്താണ്, എത്ര നിശിതമായാണ് കുട്ടികൾ എഴുതുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന കുറേ കവിതകളാണ്. അതിൽ നിന്ന് ഞങ്ങൾ 6 ഹൈസ്കൂൾ വിഭാഗത്തിൽ എടുക്കുക, 2 UP വിഭാഗം. ഈ 6 പറയുമ്പോൾ അതിൽ ഞാൻ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ 1, 2, 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ വെറും എണ്ണം മാത്രമാണ്, സ്ഥാനം. 6 കവിതകൾ സമ്മാനം കൊടുക്കുക. അതുപോലെ UP വിഭാഗത്തിന് 2 കവിതകൾ കൊടുക്കുക, ഫസ്റ്റും സെക്കൻഡും ഇല്ല. കാരണം ആ മികവാതിനുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ്. എന്ന് മാത്രമല്ല അതിലെ പല കവിതകളും പല കവികളും ഇതിനു മുമ്പും ഒരുപാട് പുരസ്കാരം നേടിയവരാണ്. പ്രത്യേകിച്ച് ഒരു പേര് ഞാൻ പ്രത്യേകം പറയാം, ദസ അൻവർ എന്ന കുട്ടി. ആ ദസ അൻവറിന്റെ ഡയറി കുറിപ്പുകൾ ഇന്ന് 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ പാഠപുസ്തകം അവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയാണ് ദസയുടെ ഡയറി. ആ ഡയറിയിലെ ചില ഡയറി കുറിപ്പുകൾ 3ലുണ്ട്, 5ാം ക്ലാസ്സിലുണ്ട്, കുട്ടികൾ പഠിക്കാം. അപ്പൊ അത്രയും പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ഒരിലുള്ള ഒരാളാണ് ദസ. ആ ദസറ കവിതയിൽ അങ്ങനെയുള്ള 8 കുട്ടികൾ, 6
ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗവും 2 UP വിഭാഗവും എന്ന നിലയിലാണ് തിരഞ്ഞെടുക്കേണ്ടത്. അവർക്ക് ക്യാഷ് അവാർഡുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, മൊമെൻറ്റോ ഉണ്ട്, കുറച്ച് പുസ്തകങ്ങളും കൊടുക്കാനാണ് ആലോചിക്കുന്നത് കുട്ടികളല്ല. അങ്ങനെയുള്ളൊരു കവിതാ മത്സരത്തിൻ്റെ സമ്മാനദാനം കൂടി നടക്കുന്നുണ്ട്. അത് നിർവഹിക്കുന്നതിന് വേണ്ടി ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി DSMD അന്ന് ഞങ്ങളിലെത്തും. അവിടേക്ക് ഇവരെല്ലാം ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങൾ പത്രങ്ങളിലൂടെ അറിയിക്കുന്ന ചായലാണ് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ കുട്ടികളെ അറിയും. അവരെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചേരുമാണെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ഈ കവിതാ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുട്ടികൾ പുറകോട്ടല്ല. അവരുടെ അധ്യാപക ഭാഷാ പ്രയോഗത്തിൽ നന്നായി മുന്നേറിയിട്ടുണ്ട് കുട്ടികളുടെ അനുഭവമാണ്.